ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗ്രൗണ്ട് ചുറ്റും ഒന്ന് നടന്നു നോക്കുകയാണ്. ഇതാണ് പാലക്കാട് കോട്ട മൈതാനം. കോട്ട മൈതാനത്തിൻ്റെ ഗേറ്റ്. ഒരു റൗണ്ട് ഗ്രൗണ്ട് ഒന്ന് നടന്ന് നോക്കാം നമുക്ക്. നമ്മുടെ കോട്ട മൈതാനം ഗ്രൗണ്ട്. ഇവിടെ നടക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. മഴ പെയ്ത് ആകെ കുതിർന്ന് കിടക്കുകയാണ്. ഒരു റൗണ്ട് നമ്മളൊന്ന് നടക്കുകയാണ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നടത്തത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചാണ്. എവല്യൂഷണറി പരിണാമപരമായി മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആക്റ്റീവായി ചലിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. നടത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ മർദ്ദം, പ്രഷർ ചെലുത്തുന്നത് നമ്മുടെ കാലുകളിലെ മസിൽസിലാണ്. അതിൻ്റെ ഫലമായി കാലിൽ നിന്നുള്ള രക്തയോട്ടം കൂടുകയും ഹൃദയത്തിലേക്ക് ആവശ്യമായ രക്തം പമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു. നടത്തം വളരെ അത്യുത്തമമായ ഒരു വ്യായാമമാണ്. കാരണം അത് കാൽ മസിലുകളെ ബലപ്പെടുത്തും. നമ്മുടെ കാലിൻ്റെ പെരിഫറൽ ഹാർട്ട്, അതായത് നമുക്ക് നമ്മുടെ ചങ്കിൻ്റെ അകത്തൊരു ഹൃദയമുള്ളതുപോലെ നമ്മുടെ പെരിഫറൽ ഹാർട്ടാണ് നമ്മുടെ സോളിയസ് മസിൽസുകളാണ്. അത് നന്നായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ കാലിൽ നിന്നുള്ള രക്തപ്രവാഹം ഹൃദയത്തിലേക്ക് നന്നായി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തന്മൂലം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധിവരെ നന്നായിട്ട് കുറഞ്ഞു കാണപ്പെടുന്നു. അതിനാൽ എല്ലാവരും നടത്തം ഒരു ശീലമാക്കേണ്ടതാണ്. നമ്മുടെ ഗ്രൗണ്ടാകെ മഴ പെയ്ത് വെള്ളം വന്ന് കിടക്കുകയാണ്. പ്രായമുള്ളവർ അവർ ഈ വെള്ളമുള്ള വഴിക്കലിലൂടെ നടക്കുന്ന ഒഴിവാക്കണം. കാരണം പ്രായമുള്ളവരുടെ എല്ലുകൾ ഓസ്റ്റിയോപൊറോട്ടിക് ആയിരിക്കും. പോറോസിസ് വന്നിച്ച് വേണ്ടത്ര ബലം കാണുകയില്ല. അപ്പോൾ ഒരു ചെറിയ വീഴ്ചകൾ തന്നെ ഒടിവും ചതവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിവതും ഇങ്ങനെയുള്ള വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകളോ ഷൂസുകളോ ഉപയോഗിക്കേണ്ടതാണ്. നടത്തത്തിൻ്റെ ഒരു പ്രധാന പ്രയോജനവും അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള വശവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ദിവസം എത്രമാത്രം നമ്മൾ നടക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആഴ്ചയിൽ 150 മിനിറ്റുള്ള വ്യായാമമാണ് പറയുന്നത്. ഒരാഴ്ചയിൽ, അതായത് ഒരു ദിവസത്തിൽ ആവറേജ് 30 മിനിറ്റ്. ഒരു ദിവസം കഴിവതും 30 മിനിറ്റെങ്കിലും നടക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും പറയുമായിരിക്കാം, ഒരു ദിവസം 30 മിനിറ്റ് അല്ല 3-4 മണിക്കൂറുകൾ ഞങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ വ്യായാമപരമായ നടത്തം അങ്ങനെയല്ല കണക്കാക്കുന്നത്. നമ്മുടെ ഹൃദയമിടിപ്പിനെ 100 120 വരെ ഉണർത്തുന്ന രീതിയിലാണ് വ്യായാമപരമായ നടത്തമുള്ളത്. അതിനാൽ സാധാരണ നമ്മൾ വീടുകളിൽ നടക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ വേഗതയിൽ വേണം വ്യായാമപരമായ നടത്തം എന്നത് ഉദ്ദേശിക്കുന്നത്. അതായത്
സാധാരണ ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് 72 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് ഒരു 120 വരെ ഉയരുന്ന രീതിയിൽ വേണം നടക്കാൻ വേണ്ടി. നമ്മുടെ ഗ്രൗണ്ടാകെ ചെളി പിടിച്ച് കിടക്കുകയാണ്. അതിനാൽ നമുക്കൊന്നുകൂടെ നടക്കാം. ഏകദേശം 1 മണിക്കൂറിൽ 3 കിലോമീറ്റർ 3000 മീറ്റർ, അതായത് 10,000 സ്റ്റെപ്പുകൾ, ഏകദേശം 10,000-ഓളം സ്റ്റെപ്പുകൾ 1 മണിക്കൂറിൽ നടക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം നമ്മൾ വ്യായാമപരമായ നടത്തം ചെയ്യുവാൻ. ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മറ്റെല്ലാ വ്യായാമങ്ങളെക്കാളും വളരെയധികം പ്രയോജനകരമാണ് നടത്തം. കാരണം കാൽ മസിലുകൾക്കാണ് വ്യായാമത്തിൽ നമ്മൾ ഏറ്റവും അധികം ഊന്നൽ നൽകുന്നത്. നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മുടെ ജോലി മേഖലകളിലെല്ലാം നമ്മളുടെ ഗ്രാവിറ്റി മൂലം, ഗുരുത്വാകർഷണ ബലം മൂലവും ബ്ലഡ് പൂളിങ് കാലുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആരോഗ്യപരമായ നടത്തം ഈ പൂളിങ്ങിനെ തിരിച്ചുവിടാൻ സഹായിക്കുന്നു. അതിനാൽ എല്ലാവരും ആരോഗ്യപരമായൊരു നടത്തം ശീലമാക്കേണ്ടതാണ്. ചില മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യപരമായ നടത്തത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ഉദാഹരണമായി ബ്ലോക്ക് വന്നവർ, ഹൃദയത്തിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറവുള്ളവർ ഒക്കെ വിദഗ്ധോപദേശം നേടിയ മാത്രമേ ഈ നടത്തം ആരംഭിക്കാവുള്ളൂ. ബാക്കിയുള്ളവർ, യുവജനങ്ങൾ, മധ്യപ്രായക്കാർ, എല്ലാവർക്കും നടത്തം ശീലമാക്കുന്നതാണ്. ഒരിക്കലും നടത്തം ഒരു അതികഠിനമായ വ്യായാമം നമുക്ക് നൽകുന്നില്ല. എന്നാൽ നമുക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം നടത്തം പ്രദാനം ചെയ്യുന്നു. അതിനാൽ ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ വ്യായാമം എല്ലാവരും ശീലമാക്കേണ്ടതാണ്. ഇപ്പോൾ മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന പാലക്കാടിൻ്റെ കോട്ട മൈതാനയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. നല്ല തണുത്ത മനോഹരമായ കാലാവസ്ഥയാണ്. മഴയുള്ളതിനാൽ ആൾക്കാർ കുറവാണ് വന്നിരിക്കുന്നത്. അതിനാൽ നമുക്ക് നടത്തം ഒരു ശീലമാക്കാവുന്നതാണ്. ചില മുൻകരുതലുകളായി പറയുന്നത്, വയറ് നിറയെ ആഹാരം കഴിച്ചുകൊണ്ട് നടക്കാൻ വരരുത്. അത് നമുക്ക് പുളിച്ചു തികട്ടലും കൂടുതൽ അസ്വസ്ഥതയും ഉളവാക്കും. ഒരിക്കൽ കൂടി എല്ലാവരും നടത്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെന്നും ചെറിയ പ്രായത്തിലെ നടത്തം ശീലമാക്കുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാവുന്നതാണെന്നും നിങ്ങളെ അറിയിക്കുന്നു. 10 കൽപ്പനകൾ നിങ്ങൾ പാലിക്കേണ്ടതാണ് നടത്തത്തിൻ്റെ കാര്യത്തിൽ. ഒന്നാമത്, ആഴ്ചയിൽ 5 പ്രാവശ്യം അരമണിക്കൂർ വീതമെങ്കിലും നടത്തമെന്ന വ്യായാമം ശീലമാക്കുക. രണ്ടാമത്, നടക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ളതായ ചെരുപ്പുകളോ ഷൂസുകളോ തിരഞ്ഞെടുക്കുക. മൂന്നാമത്, ഒരു ഗ്രൂപ്പായി ചേർന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ലഭിക്കുന്നതാണ്. നാലാമത്, വയറ് നിറയെ ആഹാരം കഴിച്ചുകൊണ്ട് നടത്തം ശീലമാക്കരുത്. അത് നമുക്ക് പുളിച്ചു തികട്ടൽ തുടങ്ങിയവ ഉണ്ടാക്കും. അഞ്ചാമത്, ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നടത്തം ശീലമാക്കാമുള്ളൂ. ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളവരും അധികം നടക്കുന്നത്
അവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. വേരിക്കോസ് വെയിൻ മറ്റുള്ള രോഗങ്ങളുള്ളവരും നടത്തം ശീലിക്കുന്നതിന് മുമ്പ് ബാൻഡേജ് തുടങ്ങിയ സപ്പോർട്ടുകൾ എടുക്കേണ്ടതാണ്. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 5 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം വേണ്ടത്ര ഹൈഡ്രേറ്റഡോടുകൂടി മാത്രമേ നമ്മൾ നടത്തം ശീലമാക്കാവുള്ളൂ. ആരോഗ്യപരമായൊരു നല്ല നാളേക്ക് നടത്തം ഒരു ശീലമാക്കൂ. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് ഡോക്ടർ ജൂഡ് ജോസ് തോംസൺ. താങ്ക് യു വൺ ആൻഡ് ഓൾ.